2025 ഏപ്രിൽ 22 ജമ്മുകാശ്മീരിലെ പെഹൽഗാം. അന്ന് പ്രകൃതിരമണീയമായ ആ താഴ്വരയെ രക്തക്കളമാക്കി മാറ്റിയ ഒരു ക്രൂരമായ ഭീകരാക്രമണം നടന്നു. മതം ചോദിച്ചറിഞ്ഞ ശേഷം 26 നിരപരാധികളായ വിനോദസഞ്ചാരികളെ പാക് പിന്തുണയുള്ള ഭീകരർ നിഷ്കരുണം കൊലപ്പെടുത്തി. രാജ്യമാകെ വേദനയും രോഷവും അലയടിച്ചു. ശത്രുക്കൾക്ക് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യൻ ഭരണകൂടവും സായുധ സേനയും ദൃഢനിശ്ചയമെടുത്തു. ആ തീരുമാനത്തിൻ്റെ രഹസ്യനാമമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 2025 മെയ് 7-8 തീയതികളിൽ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ ആ മിന്നലാക്രമണം ലോകത്തെ ഞെട്ടിച്ചു. ഒരു ഇന്ത്യൻ സൈനികന് പോലും പരിക്കേൽക്കാതെ ശത്രുവിൻ്റെ താവളങ്ങൾ സൈന്യം ചാരമാക്കി. എന്നാൽ ഈ ഓപ്പറേഷൻ്റെ യഥാർത്ഥ ഹീറോകൾ അതിർത്തിയിൽ പോരാടിയ സൈനികർ മാത്രമായിരുന്നില്ല. ഭൂമിക്ക് മുകളിൽ നിന്ന് അവർക്ക് വഴികാട്ടിയ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഉപഗ്രഹങ്ങൾ കൂടിയായിരുന്നു. ഈ വീഡിയോയിൽ നാം അന്വേഷിക്കുന്നത് ആ ചരിത്രമാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ബഹിരാകാശ ആസ്തികൾ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെട്ടത്? ശത്രുവിൻ്റെ ഒളിത്താവളങ്ങൾ നാം എങ്ങനെയാണ് ആകാശത്ത് നിന്ന് കൃത്യമായി സ്കാൻ ചെയ്തെടുത്തത്? വരൂ നമുക്ക് പരിശോധിക്കാം. ഏതൊരു സൈനിക നീക്കത്തിൻ്റെയും വിജയം അതിനു പിന്നിലെ കൃത്യമായ വിവരശേഖരണത്തിലാണ്, അഥവാ ഇൻ്റലിജൻസ് കളക്ഷനിലാണ് അടങ്ങിയിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് അതിസൂക്ഷ്മമായി കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ കാർട്ടോസാറ്റ് ഉപഗ്രഹ പരമ്പര രംഗത്തെത്തുന്നത്. ഭൂമിയിൽ നിന്ന് നൂറുകണക്കിന് കിലോമീറ്ററുകൾ മുകളിൽ ശൂന്യാകാശത്തിൻ്റെ കൊടും തണുപ്പിൽ ഇന്ത്യയുടെ നിശബ്ദരായ ഈ കാവൽക്കാർ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിപ്പുണ്ടായിരുന്നു. അവർക്ക് ശബ്ദമില്ലായിരുന്നു, പക്ഷേ അവർക്ക് സൂക്ഷ്മമായ കാഴ്ചശക്തി ഉണ്ടായിരുന്നു. ശത്രുവിൻ്റെ ഒളിത്താവളങ്ങളിലെ ഓരോ അനക്കവും ഇരുട്ടിൻ്റെ മറവിലെ ഓരോ നീക്കവും അവർ കൃത്യമായി ഒപ്പിയെടുക്കാൻ പ്രാപ്തരായിരുന്നു. ഇന്ത്യയുടെ ബഹിരാകാശ സൈനിക വിഭാഗത്തിൻ്റെ അഥവാ ഡിഫൻസ് സ്പേസ് ഏജൻസിയുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്താണ് കാർട്ടോസാറ്റ്. 2005 ആരംഭിച്ച ഈ പരമ്പരയിലെ ഉപഗ്രഹങ്ങൾ, പ്രത്യേകിച്ചും സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന കാർട്ടോസാറ്റ് 2C പോലെയുള്ളവ മികച്ച ഹൈ റെസല്യൂഷൻ ചിത്രങ്ങൾ നൽകാൻ പ്രാപ്തരാണ്. വെറും 0.65 മീറ്റർ വരെ റെസല്യൂഷൻ കപ്പാസിറ്റിയുള്ള ഈ ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയിലെ ഒരു ചെറിയ വാഹനത്തിൻ്റെയോ കെട്ടിടത്തിൻ്റെയോ, എന്തിനു പറയുന്നു അവിടെ നിൽക്കുന്ന കാവൽക്കാരുടെയോ രൂപം പോലും അതിസൂക്ഷ്മമായി ഒപ്പിയെടുക്കാൻ സാധിക്കും. നിശ്ചല ചിത്രങ്ങൾക്ക് പുറമെ ഉയർന്ന നിലവാരമുള്ള വീഡിയോകളും പകർത്താൻ ഇവയ്ക്ക് കഴിവുണ്ട്. 2019 ബാലക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിലും ഇന്ത്യ ഉപയോഗിച്ചിരുന്ന പ്രധാന ആയുധം ഈ കാർട്ടോസാറ്റ് ഉപഗ്രഹങ്ങളായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആസൂത്രണം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയുടെ സായുധ സേനകൾ 9 വ്യത്യസ്ത ഭീകര ക്യാമ്പുകളാണ് ലക്ഷ്യമാക്കി വെച്ചത്. മേൽപ്പറഞ്ഞ ക്യാമ്പുകളുടെ ത്രിമാന രൂപം, ഭൂപ്രകൃതി, കെട്ടിടങ്ങളുടെ ഘടന എന്നിവയെല്ലാം കാർട്ടോസാറ്റ് ഉപഗ്രഹങ്ങൾ പകർത്തിയെടുത്തു. എന്നാൽ ഈ നീക്കങ്ങളിൽ സ്വന്തം ഉപഗ്രഹങ്ങളെ മാത്രമല്ല ഇന്ത്യ ആശ്രയിച്ചത്. ആഗോള കൊമേഴ്ഷ്യൽ ഓപ്പറേറ്റർമാരിൽ നിന്നുള്ള, പ്രത്യേകിച്ച് മാക്സാർ പോലുള്ള കമ്പനികളിൽ നിന്നുള്ള ഡേറ്റയും ഇതിനായി ഇന്ത്യൻ സേന ഉപയോഗപ്പെടുത്തിയിരുന്നു. ദിവസത്തിലൊരിക്കൽ ലഭ്യമാകുന്ന ഈ വാണിജ്യ ഡേറ്റയും എപ്പോൾ വേണമെങ്കിലും നിരീക്ഷിക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം കാർട്ടോസാറ്റ് നൽകിയ വിശ്വസനീയമായ ഡേറ്റയും ചേർത്ത് യാതൊരുവിധ പഴുതുകളുമില്ലാത്ത ഒരു ആക്രമണ പ്ലാനാണ് ഇന്ത്യൻ സൈന്യം തയ്യാറാക്കിയത്. എന്നാൽ കാർട്ടോസാറ്റ് ഉപഗ്രഹങ്ങൾക്ക് വളരെ ചെറിയൊരു പോരായ്മയുണ്ട്. അവ ഒപ്റ്റിക്കൽ ഉപഗ്രഹങ്ങളാണ്. അതായത് സാധാരണ ക്യാമറ പോലെ വെളിച്ചം ഉപയോഗിച്ച് ചിത്രങ്ങൾ എടുക്കുന്നവ. മേഘാവൃതമായ അന്തരീക്ഷമോ കനത്ത ഇരുട്ടോ ഉണ്ടെങ്കിൽ ഇവയ്ക്ക് കൃത്യമായ ദൃശ്യങ്ങൾ നൽകാൻ കഴിഞ്ഞെന്ന് വരില്ല. ശത്രുക്കൾ രാത്രിയുടെ മറവിൽ താവളങ്ങൾ മാറ്റുകയോ ആയുധങ്ങൾ കടത്തുകയോ ചെയ്യുകയാണെങ്കിൽ എന്തു ചെയ്യും? അവിടെയാണ് റീസാറ്റ് അഥവാ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് പരമ്പരയുടെ വരവ്. അഡ്വാൻസ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന റീസാറ്റ് ഉപഗ്രഹങ്ങൾക്ക് മേഘങ്ങളെയും മഴയെയും ഇരുട്ടിനെയും വകഞ്ഞുമാറ്റി ഭൂമിയിലെ സകല ദൃശ്യങ്ങളും പകർത്താൻ കഴിയും. ഓപ്പറേഷൻ സിന്ദൂറിന് മുന്നോടിയായി ശത്രുക്കളുടെ വാഹന നീക്കങ്ങളും റഡാർ സംവിധാനങ്ങളും ട്രാക്ക് ചെയ്തത് റീസാറ്റ് ഉപഗ്രഹങ്ങളായിരുന്നു. എന്ത് കാലാവസ്ഥയിലും പകലും രാത്രിയും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഈ റഡാർ കണ്ണുകൾ ഇന്ത്യൻ സൈന്യത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. ശത്രു എവിടെയാണെന്ന് ഇപ്പോൾ സേന കണ്ടെത്തിക്കഴിഞ്ഞു. ഒരു സമ്പൂർണ്ണ പ്രഹരത്തിനായുള്ള ഭൂപടം തയ്യാറാണ്. ഇനി ആക്രമണം നടത്തണം. മെയ് 7 രാത്രി പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ മിന്നലാക്രമണം ആരംഭിച്ചു. അത്യാധുനിക ഡ്രോണുകളും പോർ വിമാനങ്ങളും പ്രിസിഷൻ ഗൈഡഡ് മ്യൂണിഷനുകളും പാകിസ്ഥാനിലെ നൂർഖാൻ, റഹീംയാർ ഖാൻ തുടങ്ങിയ താവളങ്ങളെയും
മുറിദക്, ബഹവൽപൂർ തുടങ്ങിയ ഭീകര ക്യാമ്പുകളെയും ലക്ഷ്യമാക്കി കുതിച്ചു. അതിവേഗത്തിലുള്ള ഇത്തരം ഓപ്പറേഷനുകളിൽ ആശയവിനിമയം തടസ്സപ്പെട്ടാൽ അത് വലിയ ദുരന്തത്തിൽ കലാശിക്കും. പോർവിമാനങ്ങളും ഡ്രോണുകളും കമാൻഡ് സെൻറ്ററുകളും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കിയത് ഇന്ത്യയുടെ ജിസാറ്റ് ഉപഗ്രഹങ്ങളായിരുന്നു. തൽഫലമായി ശത്രുക്കൾക്ക് ചോർത്താനോ ജാം ചെയ്യാനോ കഴിയാത്ത അതിസുരക്ഷിതമായ ഒരു മിലിറ്ററി കമ്മ്യൂണിക്കേഷൻ ശൃംഖല ജിസാറ്റ് ഉറപ്പുവരുത്തി. അതോടൊപ്പം തന്നെ മിസൈലുകൾക്ക് വഴി കാണിക്കാൻ നാം ആശ്രയിച്ചത് ഇന്ത്യയുടെ സ്വന്തം GPS സംവിധാനമായ നാവിക്കാണ്. മറ്റ് ഗ്ലോബൽ സിസ്റ്റങ്ങൾക്കൊപ്പം നാവിക് കൂടി ചേർന്നപ്പോൾ ഇന്ത്യൻ ആയുധങ്ങൾക്ക് ശത്രുവിൻ്റെ കെട്ടിടങ്ങൾക്ക് മുകളിലേക്ക് സെൻറ്റിമീറ്റർ വ്യത്യാസമില്ലാതെ തന്നെ കൃത്യമായി പതിക്കാൻ സാധിച്ചു. പാകിസ്ഥാൻ വിന്യസിച്ചിരുന്ന ചൈനീസ് നിർമ്മിത PL-15 മിസൈൽ സംവിധാനങ്ങളും തുർക്കി നിർമ്മിത UAV ഡ്രോണുകളും എല്ലാം ഇന്ത്യയുടെ ഈ ആക്രമണത്തിൽ തകർന്നു വീണു. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വ്യോമസേനയുടെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെ വളരെ വിദഗ്ധമായി ബൈപ്പാസ് ചെയ്തും ജാം ചെയ്തുമാണ് ഇത് സാധ്യമാക്കിയത്. അങ്ങനെ കേവലം 23 മിനിറ്റുകൾ കൊണ്ട് നാം ഈ ദൗത്യം പൂർത്തിയാക്കി. ഇന്ത്യയുടെ ഒരു വിമാനത്തിന് പോലും പോറലേൽക്കുകയോ ഒരു പൈലറ്റിനെ പോലും നഷ്ടപ്പെടുകയോ ചെയ്യാതെ ഈ മിഷൻ വിജയിച്ചു. ഇത് നമ്മുടെ നെറ്റ് സെൻട്രിക് വാർഫെയർ പ്ലാനിങ്ങിൻ്റെയും ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെയും ഉജ്ജ്വലമായ ഒരു മികവാണ് കാണിക്കുന്നത്. ആക്രമണം കഴിഞ്ഞു, എന്നാൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങൾ പൂർണ്ണമായും തകർന്നുവെന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? ഇവിടെയും ബഹിരാകാശ ആസ്തികൾ തന്നെ സൈന്യത്തിൻ്റെ രക്ഷയ്ക്കെത്തി. മിന്നലാക്രമണത്തിന് ശേഷമുള്ള ബാറ്റിൽ ഡാമേജ് അസസ്മെൻറ്റ് നടത്താൻ കാട്രോസാറ്റും റീസാറ്റും വീണ്ടും ഉപയോഗിക്കപ്പെട്ടു. പാകിസ്ഥാനിലെ ലക്ഷ്യസ്ഥാനങ്ങൾ പൂർണ്ണമായും ചാമ്പലായതിൻ്റെ കൃത്യമായ സാറ്റലൈറ്റ് ഇമേജുകൾ ഇന്ത്യൻ ഇൻ്റലിജൻസിന് ലഭിച്ചു. ആധുനിക യുദ്ധമുറകളിൽ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് ഈ ആക്രമണം തെളിയിച്ചു. ഇമേജറി, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, പൊസിഷനിങ് എന്നിവയ്ക്കായി ഇന്ത്യൻ ബഹിരാകാശ ആസ്തികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ പാഠമായിരുന്നു. ഭാവിയിലെ യുദ്ധങ്ങൾ അതിർത്തിയിലെ മണ്ണിലല്ല, മറിച്ച് ബഹിരാകാശത്തായിരിക്കും നിയന്ത്രിക്കപ്പെടുക എന്ന തിരിച്ചറിവ് ലോകത്തിനു മുന്നിൽ നാം ഉണ്ടാക്കി. 2025 മെയ് 11 ISRO ചെയർമാൻ V. നാരായണൻ ഇത് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ സായുധ സേനകൾക്കായി ചുരുങ്ങിയത് ഇസ്രോയുടെ 10 ഉപഗ്രഹങ്ങളെങ്കിലും രാവും പകലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഇക്കാര്യങ്ങളുടെ തുടർച്ചയായി ശത്രുക്കളുടെ റഡാറുകളെ വെല്ലുവിളിക്കാൻ കഴിവുള്ള അഡ്വാൻസ്ഡ് C-ബാൻഡ് റഡാർ സിസ്റ്റമുള്ള EOS-09 അഥവാ റീസാറ്റ് 1B ഉപഗ്രഹ പരമ്പരകൾ വികസിപ്പിക്കാനും ഇന്ത്യ പദ്ധതി തയ്യാറാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഈ സൈനിക നീക്കത്തിന് ശേഷം ഏകദേശം 26,900